PC ജോർജ് അദ്ദേഹത്തിൻ്റെ പാർട്ടി മകനൊപ്പം അനുയായികൾക്കൊപ്പം അദ്ദേഹം BJPയിൽ ചേർന്നു. അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ പേര് പഴയ കേരള കോൺഗ്രസ്സുകാരനാണെന്ന് എല്ലാവർക്കും അറിയാം. കേരള ജനപക്ഷം സെക്കുലർ. കേരള ജനപക്ഷം സെക്കുലറാണ് BJPയിൽ ചേരുന്നത്. എങ്ങനെയുണ്ട്? സെക്കുലർ എവിടെ, BJP എവിടെ, ഹിന്ദുത്വം എവിടെ? അപ്പൊ ഈ പാർട്ടിയുടെ പേര് തന്നെ എന്തൊരു അസംബന്ധമാണെന്ന് നമ്മൾ ആലോചിക്കണം. PC എനിക്ക് വളരെ അടുപ്പമുള്ള രാഷ്ട്രീയ നേതാവാണ്. പല മാധ്യമ പ്രവർത്തകരെ പോലെ തന്നെ എനിക്ക് വളരെ അടുപ്പമുണ്ട് PC ജോർജുമായിട്ട്. അദ്ദേഹത്തെ പലതവണ നിയമസഭയിൽ അംഗമായിരിക്കുമ്പോൾ MLA ക്വാർട്ടേഴ്സിൽ അദ്ദേഹത്തിൻ്റെ ഫ്ലാറ്റിലും അതേപോലെ ഈരാറ്റുപേട്ടിൽ അദ്ദേഹത്തിൻ്റെ വീട്ടിലൊക്കെ പോയിട്ട് പലതവണ ഞങ്ങൾ മണിക്കൂറുകൾ ചെലവഴിച്ചിട്ടുണ്ട്. ഇൻ്റർവ്യൂ എടുക്കാനും അല്ലാതെയും സൗഹൃദ സംഭാഷണമൊക്കെ ആയിട്ടൊക്കെ എനിക്ക് ഒത്തിരി അടുപ്പമുള്ള ഒരു നേതാവാണ് PC ജോർജ്. പക്ഷെ PC ജോർജ് ഇടതുമുന്നണി വിട്ടിട്ട് അദ്ദേഹം വലിയ പിണറായി വിരുദ്ധനായിട്ട് മാറിയ ഒരു രാഷ്ട്രീയ സാഹചര്യമൊക്കെ എനിക്കറിയാം. അദ്ദേഹം VSന്റെ ഒരു മെഗാഫോണായിട്ട് മാറിയപ്പോൾ അന്ന് പാർട്ടിയിൽ ഈ പല പല തർക്കങ്ങളുള്ളൊരു കാലമായിരുന്നു. VSും പിണറായി വിഭാഗം, VS വിഭാഗം എന്നൊക്കെ പറഞ്ഞിട്ട് ഉള്ള ആ ഒരു കാലത്ത് ഇദ്ദേഹം VSന്റെ ഒരു മെഗാഫോണായിട്ട് PC ജോർജ് മാറുന്നതും അങ്ങനെ VSും PC ജോർജും പല യാത്രകൾ നടത്തുന്നതും പല പ്രക്ഷോഭങ്ങളിൽ പോയി പങ്കെടുക്കുന്നതും ഒക്കെ നമ്മൾ കണ്ട ഒരു കാലമുണ്ട്. അടുത്ത കാലത്ത് ഒത്തിരി പിന്നാമ്പുറം പോകണ്ട. അപ്പോൾ സ്വാഭാവികമായിട്ടും പാർട്ടിയിൽ ഒരു പക്ഷത്ത് നിന്നിട്ട് പാർട്ടിയെ ദ്രോഹിക്കുന്ന ഒരാളാണ് PC ജോർജ് എന്ന് പാർട്ടിയുടെ സംഘടനാ തലത്തിൽ വിലയിരുത്തി വരികയും അദ്ദേഹത്തെ അതിൽ നിന്ന് ഒറ്റപ്പെടുത്തുകയും ചെയ്തൊരു ഘട്ടത്തിലാണ് അദ്ദേഹം LDF വിട്ടിട്ട് അദ്ദേഹം UDFയിലേക്ക് പോകുന്നു. അവിടെ വിട്ടിട്ട് അദ്ദേഹം BJP ലൈൻ സ്വീകരിക്കുന്നു. 4-5 തവണ ഈരാറ്റുപേട്ടയിൽ പൂഞ്ഞാറ് ജയിച്ച് അദ്ദേഹം കഴിഞ്ഞ തവണ ദയനീയമായിട്ട് അവിടെ പൂഞ്ഞാറിൽ തോറ്റു. അദ്ദേഹം തോൽക്കുമെന്ന് ഞങ്ങൾക്കറിയാം. കാരണം അദ്ദേഹം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂ എടുക്കാൻ ഞങ്ങൾ ഈരാറ്റുപേട്ട അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി സംസാരിച്ചു എല്ലാം. അപ്പോഴും അദ്ദേഹം പറഞ്ഞു ഞാനൊരു 10,000-20,000 വോട്ടിന് ജയിക്കുമെന്ന് പറയുമ്പോഴും ഞങ്ങൾ കൊടുത്ത സ്റ്റോറിയിൽ ഞങ്ങൾ പറഞ്ഞത് PC ജോർജ് ഇത്തവണ ജയിക്കാൻ പോകുന്നില്ല, PC ജോർജിന് ഈ മണ്ഡലം നഷ്ടപ്പെടുമെന്ന് ഞങ്ങൾ പ്രവചിച്ചവരാണ്. ഞങ്ങളുടെ അന്നത്തെ വീഡിയോ നോക്കിയാൽ മതി. അതേപോലെ സംഭവിച്ചു. ഇപ്പം അദ്ദേഹം BJP ചേർന്നിരിക്കുകയാണ്. സെക്കുലർ പാർട്ടി, കേരള ജനപക്ഷം. അദ്ദേഹം മകൻ ഷോൺ ജോർജും ഒക്കെ ആയിട്ട് ചേർന്നിരിക്കുകയാണ്. ഡൽഹിയിലെ സാന്നിധ്യം BJP മന്ത്രിമാരായ കേന്ദ്ര സഹമന്ത്രിമാരായ V മുരളീധരൻ അറിയാമല്ലോ, രാജീവ് ചന്ദ്രശേഖർ ഏഷ്യാനെറ്റിൻ്റെ മൊയലാളി, കേരള ചുമതലക്കാരൻ BJPയുടെ ദേശീയ നേതാവ് പ്രകാശ് ജാവദേക്കർ, ഉടുക്കുഴിക്ക് ഒരു കുറുക്കൻ സാക്ഷിയുണ്ട്, അതിന് വിട്ടുകളായിരുന്നു. അത് ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ് അനിൽ K. ആന്റണി അദ്ദേഹത്തോടുണ്ട്. അദ്ദേഹം BJPയുടെ ദേശീയ വക്താവും ദേശീയ സെക്രട്ടറിയൊക്കെയാണ് അനിൽ K. ആന്റണി. അതുകൊണ്ട് ഞങ്ങൾ അദ്ദേഹത്തെ ഇപ്പോൾ പറഞ്ഞത് ഉടുക്കുഴിക്ക് കുറുക്കൻ സാക്ഷി എന്ന് പറയുന്നത് അതാണ്. കാരണം നമ്മളെ കഴിഞ്ഞ ക്രിസ്മസ് ന്യൂ ഇയർ കാലത്ത് ബിഷപ്പുമാരെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വീട്ടിലെത്തിച്ച് വിരുന്ന് ഒരുക്കിയ വിദ്വാൻ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അനിൽ K. ആന്റണി ആയിരുന്നു. അതിൻ്റെ സൂത്രധാരൻ. ബിഷപ്പുമാരെ അവിടെ എല്ലാം കൊണ്ടിരുത്തി അവർക്ക് നല്ല ആഹാരവും കേക്കും മറ്റ് അനുസാരികളും എല്ലാം അവിടെ വിതരണം ചെയ്തു. പ്രധാനമന്ത്രി മോദിയുമായിട്ടൊരു ചേർച്ച, ഒരു സൗഹൃദ മീറ്റിംഗ് അവിടെ നടത്തിയതിൻ്റെ എല്ലാ സൂത്രധാരൻ അനിൽ K. ആന്റണിയാണ്. AK ആന്റണിയുടെ പ്രിയ പുത്രൻ, സീമന്ത പുത്രനാണ് എന്ന് നമ്മൾ ആലോചിക്കുക. അതേപോലെ ഇവിടെയും ഈ ഒടുക്കുഴിക്ക് കുറുക്കൻ സാക്ഷിയായിട്ട് ഇവിടെയും അനിൽ K. ആന്റണിയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു. അപ്പം അനിൽ K. ആന്റണിക്ക് ഇത്തരം ചില ഗുണങ്ങൾ അനിൽ K. ആന്റണിയുടെ കയ്യിൽ നിന്ന് BJPക്ക് കിട്ടും എന്നുള്ളത് കൊണ്ടാണല്ലോ ഈ അരമനയിലെ അങ്ങാടിപ്പാട്ട് അല്ലെ അരമന രഹസ്യം എന്നൊക്കെ പറയുന്ന പോലെ ഇത്തരം കാര്യങ്ങളിൽ അനിൽ K. ആന്റണിയുടെ റോളുണ്ടാവും. അപ്പോൾ PC ജോർജിനെ കേരള ജനപക്ഷത്തെയും സെക്കുലർ ജനപക്ഷത്തെയും BJPയിൽ എത്തിച്ചതിന് പിന്നിൽ അനിൽ K. ആന്റണിയുടെ ഒരു പങ്കാളിത്തവും നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാം.
എന്തായാലും പി സി ജോർജിന് നല്ലത് വരട്ടെ എന്ന് ഞങ്ങൾക്ക് പറയാനുള്ളൂ. നാളെ കാണുമ്പോഴും ഹായ് പറയാനും സംസാരിക്കാനും സൗഹൃദം പങ്കുവെക്കാനുള്ളൊരു ബന്ധം പി സി ജോർജുമായിട്ട് എനിക്ക് എത്രയോ വർഷങ്ങളായിട്ട് ഉണ്ട്. കേരള രാഷ്ട്രീയത്തെ പറ്റി നന്നായിട്ട് അറിയാവുന്ന ഒരാളാണ് പി സി ജോർജ്. പിന്നെ അദ്ദേഹം നടത്തുന്ന വിവാദ പ്രസ്താവനകളിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. അതൊക്കെ പറഞ്ഞു പോയാൽ ഒത്തിരി നീണ്ടുപോകും. അദ്ദേഹത്തിനിപ്പോൾ ഇനിയിപ്പോൾ ഉള്ള ഏക മോഹം അദ്ദേഹത്തിന് ഈ പത്തനംതിട്ടയിൽ ലോക്സഭയിലേക്ക് മത്സരിക്കണം. പത്തനംതിട്ട ലോക്സഭയിൽ അദ്ദേഹത്തിന് BJP സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കണം. നേരത്തെ കെ സുരേന്ദ്രൻ സംസ്ഥാന പ്രസിഡന്റായി വന്ന കെ സുരേന്ദ്രൻ നേരത്തെ മത്സരിച്ച് പരാജയപ്പെട്ടതാണ്. പത്തനംതിട്ട ലോക്സഭയിലും കോന്നി നിയമസഭാ മണ്ഡലത്തിലും രണ്ടിടത്തും തോറ്റ് 3-ാം സ്ഥാനത്തായതാണ്. ഇനി പി സി ജോർജ് വന്ന് പത്തനംതിട്ടയിൽ BJPയുടെ സ്ഥാനാർത്ഥിയായി കഴിയുമ്പോൾ ലോക്സഭ ഇനി പ്രഖ്യാപിക്കാൻ നാളുകൾ മാത്രമേ ബാക്കിയുള്ളൂ. പി സി ജോർജ് എവിടെ എത്തും എന്ന് ഞങ്ങൾ പ്രത്യേകിച്ച് പറയുന്നില്ല, തൽക്കാലം പറയുന്നില്ല. അവിടെ കടുത്ത മത്സരം വരട്ടെ. LDFും UDFും പിന്നെ BJP NDA മുന്നണിയായിട്ട് കടുത്തൊരു മത്സരം വരട്ടെ. ഈ തൃശ്ശൂർ പോലെ തിരുവനന്തപുരം പോലെ മാധ്യമ ശ്രദ്ധ കിട്ടാവുന്ന ഒരു മത്സര പോരാട്ടമായിരിക്കും എൻ്റെ സ്വന്തം നാടുകൂടിയായ പത്തനംതിട്ടയിലെ ലോക്സഭയിലേക്ക് നടക്കുക എന്നറിയുന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ആൻഡ് പി സി ജോർജ് ഈസ് മോസ്റ്റ് വെൽക്കം ടു പത്തനംതിട്ട. അദ്ദേഹം വരട്ടെ. അദ്ദേഹം ഒരു കേശവൻകുട്ടി നായരായിട്ട് അദ്ദേഹം തന്നെ പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ പി സി ജോർജ് ഉള്ള പേര് വേണേ മാറ്റിയിട്ട് അദ്ദേഹം ഒരു പണ്ട് ഞാനൊരു കേശവൻകുട്ടി നായരായിരുന്നിരിക്കണം എന്ന് പറഞ്ഞ് ആ വാചകം കടമെടുത്തുകൊണ്ട് പറയട്ടെ. പി സി ജോർജിൻ്റെ വാചകം, താങ്കളൊരു കേശവൻകുട്ടി നായരായിട്ട് മത്സരിക്കുക. പരമാവധി നായർമാരുടെ നായർ വോട്ട്സുകൾ കിട്ടുമോ എന്ന് നോക്കുക. അതാണല്ലോ പ്രധാനം ഈ കേശവൻകുട്ടി നായരാകുമ്പോൾ. പിന്നെ മറ്റുള്ളവരുടെ ആരുടെയൊക്കെ വോട്ട് കിട്ടുമെന്നൊക്കെ നമ്മൾ നോക്കുക. ക്രിസ്ത്യാനികൾ UDFന് വളരെ മുൻതൂക്കമുള്ള ഒരു മണ്ഡലമാണ് പലപ്പോഴും. പത്തനംതിട്ട ജില്ലയിലെ എല്ലാ അസംബ്ലി സീറ്റിലും ഭരിക്കുന്ന LDF ആണ്. അത് നമ്മൾ മറന്നു പോകണ്ട. പക്ഷെ പത്തനംതിട്ട UDF മണ്ഡലം ആന്റോ ആന്റണി UDFന്റെ കോൺഗ്രസിന്റെ MP ആണ്. അപ്പം അത് അന്നത്തെ ഇലക്ഷൻ 2019 ഒരു കെമിസ്ട്രി വെച്ചിട്ടാണ് അത് പോയത്. ഇത്തവണ എന്താകും എങ്ങനെയാകും എന്നൊക്കെ നമുക്ക് ഇതൊന്ന് കാത്തിരുന്ന് കാണാം. എന്നാലും നല്ലൊരു പോരാട്ടം പത്തനംതിട്ടയിൽ വരട്ടെ. പി സി ജോർജിന് മോസ്റ്റ് വെൽക്കം. LDFന്റെ UDFന്റെ സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ അന്തിമ തീരുമാനങ്ങളായിട്ടില്ല. എന്നാലും പി സി ജോർജ് പത്തനംതിട്ടയിൽ മത്സരിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. വരട്ടെ, നമുക്കതൊക്കെ കാണാം.